ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന്. കോൺഗ്രസ് നയരൂപീകരണ സമിതി വൈകിട്ട് ചേരും. തീരുവ ഭീഷണി ഉയർത്തിയ ട്രംപിന് ഇന്ത്യയുടെ ചെക്ക്. യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കാൻ ഇന്ത്യ. വ്യാപാര കരാർ പ്രഖ്യാപനം ഇന്ന്. ചർച്ചകൾ പൂർത്തിയായി. നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും ആയുധമാക്കും. നയപ്രഖ്യാപനത്തിൽ നന്ദി പ്രമേയ ചർച്ച. തെരഞ്ഞെടുപ്പിൽ ആരും സ്വയം സ്ഥാനാർത്ഥികളാകേണ്ടെന്ന് മുഖ്യമന്ത്രി. സിറ്റിംഗ് MLA-മാർ മണ്ഡലം ശ്രദ്ധിക്കാൻ നിർദ്ദേശം. മത്സരിക്കേണ്ടവരെ പാർട്ടി തീരുമാനിക്കും. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്ന കോൺഗ്രസും. നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. എയ്ഡഡ് സ്കൂൾ നിയമനത്തിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. NSS അനുകൂല വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്ന് സർക്കാർ. ഉടൻ തീർപ്പാക്കണമെന്ന ആവശ്യം. ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനാവുന്നില്ലെന്ന് വാദം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സൂചനാ പണിമുടക്ക് ഇന്ന്. അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിക്കും. അനുകൂല തീരുമാനമില്ലെങ്കിൽ ഫെബ്രുവരി 2 മുതൽ OP ബഹിഷ്കരണം.